അധ്യായം 21. ഞങ്ങൾ കശ്മീർ സന്ദർശിക്കുന്നു. ഇപ്പോൾ നിനക്ക് യാത്ര ചെയ്യാനുള്ള ശക്തിയുണ്ട്. ഞാൻ നിന്റെ കൂടെ കശ്മീരിലേക്ക് വരാം. ഏഷ്യാറ്റിക് കോളറയിൽ നിന്നുള്ള അത്ഭുതകരമായ വിമോചനത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് ശ്രീ യുക്തേശ്വരൻ എന്നെ അറിയിച്ചു. അന്നു വൈകുന്നേരം 6 പേരടങ്ങുന്ന ഞങ്ങളുടെ സംഘം വടക്കോട്ട് തീവണ്ടി കയറി. ഞങ്ങളുടെ ആദ്യത്തെ സാവകാശമായ വിശ്രമം ഹിമാലയ പർവ്വത സിംഹാസനത്തിൽ വിശ്രമിക്കുന്ന ഒരു മഹാറാണിയെപ്പോലുള്ള സിംല പട്ടണത്തിൽ ആയിരുന്നു. കുത്തനെയുള്ള തെരുവുകളിലൂടെ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു. ഇംഗ്ലീഷ് സ്ട്രോബെറി പഴങ്ങൾ വേണോ? വർണ്ണപ്പൊലിമയാർന്ന ഒരു തുറന്ന ചന്തസ്ഥലത്ത് കുത്തിയിരുന്നു കൊണ്ട് ഒരു പ്രായമായ സ്ത്രീ വിളിച്ചു ചോദിച്ചു. ഗുരുദേവനിൽ ആ ചെറിയ ചുവന്ന പഴങ്ങൾ എന്തോ പ്രത്യേക കൗതുകം ഉണർത്തി. അദ്ദേഹം ഒരു വലിയ കുട്ട പഴം വാങ്ങി. അടുത്തു നിന്നിരുന്ന കനായിക്കും എനിക്കും തന്നു. ഒരെണ്ണം ഞാൻ സ്വാദു നോക്കി, പക്ഷേ പെട്ടെന്ന് തുപ്പിക്കളഞ്ഞു. പ്രഭു, എന്തു പുളിപ്പുള്ള പഴം! എനിക്ക് ഇത് ഒരിക്കലും ഇഷ്ടമാവുകയില്ല. എൻ്റെ ഗുരുദേവൻ ചിരിച്ചു. ഓ, നിനക്ക് അത് ഇഷ്ടപ്പെടും, അമേരിക്കയിൽ വെച്ച്. അവിടെ ഒരു അത്താഴത്തിന് നിന്റെ ആതിഥേയ അത് പഞ്ചസാരയും പാൽപ്പാടയും ചേർത്ത് ഫോർക്ക് കൊണ്ട് ഉടച്ചതിന് ശേഷം നിനക്ക് തരും. നീ അത് രുചിച്ചിട്ട് പറയും, എന്ത് സ്വാദിഷ്ടമായ സ്ട്രോബെറി! അപ്പോൾ സിംലയിലെ ഈ ദിവസം നീ ഓർക്കും. എൻ്റെ മനസ്സിൽ നിന്ന് ശ്രീ യുക്തേശ്വരൻ്റെ പ്രവചനം മാഞ്ഞുപോയിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ ഞാൻ എത്തി അധികം കഴിയുന്നതിനു മുമ്പ് അത് ഉണർന്നു വന്നു. മസാച്യുസെറ്റ്സിലെ വെസ്റ്റ് സോമർവെല്ലിൽ മിസ്സിസ് ആലിസ് ടി ഹെയ്സിയുടെ അത്താഴവിരുന്നിൽ ഞാൻ അതിഥിയായിരുന്നു. അത്താഴത്തിൻ്റെ ഒടുവിൽ വിളമ്പുന്ന മധുരമായി മേശപ്പുറത്ത് സ്ട്രോബെറി പഴങ്ങൾ കൊണ്ടുവച്ചപ്പോൾ എൻ്റെ ആതിഥേയ അതെടുത്ത് ഫോർക്ക് കൊണ്ട് ഉടച്ച് പാൽപ്പാടയും പഞ്ചസാരയും ചേർത്ത് പറഞ്ഞു, ഈ പഴങ്ങൾ രൂക്ഷമായ പുളിരസമുള്ളവയാണ്. ഈ രീതിയിലാക്കിയാൽ അങ്ങയ്ക്ക് ഇഷ്ടമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു വായ കഴിച്ചു. എന്ത് സ്വാദിഷ്ടമായ സ്ട്രോബെറി! ഞാൻ വിസ്മയത്തോടെ പറഞ്ഞു. ഉടൻ തന്നെ ഗുരുദേവൻ സിംലയിൽ വെച്ചു ചെയ്ത ദീർഘദർശനം എൻ്റെ ഓർമ്മയുടെ അഗാധ ഗുഹയിൽ നിന്ന് പുറത്തു വന്നു. ഭാവിയുടെ സൂക്ഷ്മാകാശത്ത് അലഞ്ഞിരുന്ന കർമാനുസൃത സംഭവങ്ങളുടെ കാര്യപരിപാടി ശ്രീ യുക്തേശ്വരൻ്റെ ഈശ്വരതാദാത്മ്യം പ്രാപിച്ച മനസ്സ് വളരെ മുമ്പ് തന്നെ കണ്ടുപിടിച്ചുവെന്ന് അത്ഭുതാതരങ്ങളോടെ ഞാൻ മനസ്സിലാക്കി. ഞങ്ങളുടെ സംഘം വേഗം സിംല വിട്ട് റാവൽപിണ്ടിയിലേക്ക് വണ്ടി കയറി. കശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗറിലേക്കുള്ള 7 ദിവസത്തെ യാത്രയ്ക്കായി അവിടെ നിന്ന് 2 കുതിരകൾ വലിക്കുന്ന മേൽവശം മൂടിയ ഒരു വണ്ടി ഞങ്ങൾ വാടകയ്ക്കെടുത്തു. ഹിമാലയത്തിൻ്റെ യഥാർത്ഥ വിശാലത വടക്കു ദിക്കിലേക്കുള്ള യാത്രയുടെ 2ാമത്തെ ദിവസം കാഴ്ചയിൽ കൊണ്ടുവന്നു. വണ്ടിയുടെ ഇരുമ്പ് ചക്രങ്ങൾ ചൂടേറിയ കല്ലുനിറഞ്ഞ പാതയിലൂടെ ഉരഞ്ഞു നീങ്ങിയപ്പോൾ പർവ്വതങ്ങളുടെ സൗന്ദര്യ ധോരണിയുടെ മാറി മാറി വരുന്ന വിശാല ദൃശ്യങ്ങൾ ഞങ്ങളെ ഹർഷപുളകിതരാക്കി. പ്രഭു, ഗുരുദേവനോട് ആഡ്യ പറഞ്ഞു, അങ്ങയുടെ പാവനമായ സാന്നിധ്യത്തിൽ ഈ മഹത് ദൃശ്യങ്ങൾ ഞാൻ അത്യധികം ആസ്വദിക്കുന്നു. ആഡ്യയുടെ ആസ്വാദനം കേട്ടപ്പോൾ എന്നിൽ ആഹ്ലാദം തുടിച്ചു. കാരണം ഈ യാത്രയിൽ ആതിഥ്യം വഹിച്ചിരുന്നത് ഞാനായിരുന്നു. ശ്രീ യുക്തേശ്വരൻ എൻ്റെ ചിന്ത പിടിച്ചെടുത്തു. എൻ്റെ നേർക്ക് തിരിഞ്ഞ് അദ്ദേഹം മന്ത്രിച്ചു, നീ സ്വയം പുകഴ്ത്തുകയൊന്നും വേണ്ട. നമ്മിൽ നിന്ന് അകന്നുമാറി ഒരു സിഗരറ്റ് വലിക്കുന്നതിനു വേണ്ട സമയം കിട്ടുന്ന സന്ദർഭത്തിൻ്റെ അത്രയും ആനന്ദ നിർവൃതി ഗിരിശൃംഗങ്ങളുടെ ദൃശ്യങ്ങൾ ആഡ്യയ്ക്ക് നൽകുന്നില്ല. ഞാൻ ഞെട്ടിപ്പോയി. പ്രഭു, ഞാൻ സ്വരം താഴ്ത്തി പറഞ്ഞു, നമ്മുടെ രഞ്ജിപ്പ് ഇത്തരം അസുഖകരമായ വാക്കുകളാൽ ദയവായി നഷ്ടപ്പെടുത്താതിരിക്കുക. ആഡ്യയ്ക്ക് പുകവലിക്കാൻ അത്രയ്ക്ക് ഒരാഗ്രഹമുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ. സാധാരണ രീതിയിൽ അദമ്യനായ ഗുരുദേവനെ ഞാൻ ആശങ്കയോടെ നോക്കി. ശരി ശരി, ഞാൻ ആഡ്യയോടൊന്നും പറയുകയില്ല. അദ്ദേഹം പതുക്കെ ചിരിച്ചു. പക്ഷേ വണ്ടി നിൽക്കുമ്പോൾ ആ അവസരം എത്രയും വേഗം പ്രയോജനപ്പെടുത്താനുള്ള തിടുക്കത്തിലാണ് അവനെന്ന് താമസിയാതെ നിനക്ക് കാണാം. വണ്ടി ഒരു ചെറിയ സത്രത്തിനടുത്ത് നിന്നു. കുതിരകൾക്ക് വെള്ളം കൊടുക്കാൻ കൊണ്ടുപോയപ്പോൾ ആഡ്യ ചോദിച്ചു, പ്രഭു,
കുറച്ചു സമയം ഞാൻ വണ്ടിക്കാരനുമൊത്ത് സവാരി ചെയ്തു കൊള്ളട്ടെയോ? പുറത്തെ ശുദ്ധവായു കുറച്ച് ശ്വസിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ശ്രീ യുക്തേശ്വരൻ അനുമതി നൽകി. പക്ഷേ എന്നോട് അഭിപ്രായപ്പെട്ടു, അവന് ശുദ്ധ പുകയാണ് വേണ്ടത്, ശുദ്ധവായുവല്ല. വണ്ടി പൊടി നിറഞ്ഞ പാതയിലൂടെ ശബ്ദഘോഷത്തോടെ യാത്ര തുടർന്നു. ഗുരുദേവന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് നിർദ്ദേശിച്ചു, വണ്ടിയുടെ വാതിലിൽ കൂടി തല നീട്ടി നോക്കൂ. വായുവുമായി എന്താണ് ആഡ്യ ചെയ്യുന്നതെന്ന് കാണാം. ഞാൻ അനുസരിച്ചു. പുകയുടെ വൃത്തങ്ങൾ ഉച്ഛ്വസിക്കുന്ന പ്രവൃത്തിയിൽ മുഴുകിയ ആട്ടിയെ കണ്ട് ഞാൻ നടുങ്ങിപ്പോയി. ശ്രീ യുക്തേശ്വരനെ ഞാൻ നോക്കിയത് ക്ഷമാപണത്തോടെയായിരുന്നു. എപ്പോഴും എന്ന പോലെ അങ്ങ് പറയുന്നത് ശരിയാണ് പ്രഭു. ആഡ്ഡി പ്രകൃതി ദൃശ്യങ്ങളോടൊപ്പം പുകയും ആസ്വദിക്കുകയാണ്. എൻ്റെ സ്നേഹിതന് വണ്ടിക്കാരനിൽ നിന്ന് ഒരു സമ്മാനം ലഭിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ ഊഹിച്ചു. കൊൽക്കത്തയിൽ നിന്ന് സിഗരറ്റൊന്നും ആഡ്ഡി കൊണ്ടുവന്നിരുന്നില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നദികൾ, അടിവാരങ്ങൾ, കിഴുക്കാംതൂക്കായ പാറക്കെട്ടുകൾ, മലയുടെ എണ്ണമറ്റ മടക്കുകൾ എന്നിവയിൽ ആഹ്ലാദിച്ചുകൊണ്ട് വളഞ്ഞുപുളഞ്ഞുപോയ വഴിയിലൂടെ ഞങ്ങൾ നീങ്ങി. ഓരോ രാത്രിയും ഞങ്ങൾ ഏതെങ്കിലും ഒരു നാടൻ രീതിയിലുള്ള സത്രത്തിൽ തങ്ങി. ഭക്ഷണം സ്വയം പാകം ചെയ്തു. എൻ്റെ ആഹാരത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ച ശ്രീ യുക്തേശ്വരൻ ഓരോരിക്കലും ഭക്ഷണത്തോടൊപ്പം ഞാൻ നാരങ്ങാനീര് കഴിക്കണമെന്ന് നിർബന്ധിച്ചു. ഞാൻ അപ്പോഴും ക്ഷീണിതനായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ശകടം അസുഖകരമായ യാത്രയ്ക്കു വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തതായിരുന്നുവെങ്കിലും എൻ്റെ ശരീരസ്ഥിതി ദിവസേന മെച്ചപ്പെട്ടു വന്നു. മധ്യ കശ്മീരിന് അടുത്തെത്തിയപ്പോൾ സന്തോഷകരമായ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു. ഈ സ്വർഗഭൂമിയിൽ താമരത്തടാകങ്ങൾ, ജലത്തിൽ പൊന്തി നടക്കുന്ന പൂന്തോട്ടങ്ങൾ, കമനീയമായ മേലാപ്പണിഞ്ഞ നൗകാഗൃഹങ്ങൾ, അനേകം പാലങ്ങളുള്ള ഝേലം നദി, പൂക്കൾ വീണുകിടക്കുന്ന പുൽത്തകിടികൾ എല്ലാം തന്നെ ഹിമാലയത്താൽ വലയം ചെയ്തതായിരുന്നു. സ്വാഗതമരുളുന്ന വൃക്ഷങ്ങൾ ഇരുപുറവും നിൽക്കുന്ന ഒരു വീഥിയിലൂടെയായിരുന്നു ഞങ്ങൾ ശ്രീനഗറിലെത്തിയത്. മഹത്തായ മലകളെ മേലെ നിന്നും വീക്ഷിക്കുന്ന ഒരു 2 നില സത്രത്തിൽ ഞങ്ങൾ മുറികളെടുത്തു. പൈപ്പ് വെള്ളം ഉണ്ടായിരുന്നില്ല. അടുത്തുള്ള ഒരു കിണറ്റിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം ശേഖരിച്ചത്. വേനൽക്കാലത്തെ ആ കാലാവസ്ഥ ഏറ്റവും അനുയോജ്യമായിരുന്നു. സുഖകരമായ ചൂടുള്ള പകലുകളും ഇളം തണുപ്പുള്ള രാത്രികളും. സ്വാമി ശങ്കരന് സമർപ്പണം ചെയ്തിരിക്കുന്ന ഒരു പുരാതന ശ്രീനഗർ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ ഒരു തീർത്ഥയാത്ര നടത്തി. ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ആ കൊടുമുടിയിലെ ആശ്രമത്തിലേക്ക് നോക്കിയപ്പോൾ ആനന്ദനിർവൃതിയുടെ ഒരു സമാധിയിലേക്ക് ഞാൻ വഴുതി വീണു. എൻ്റെ മനക്കണ്ണിനു മുമ്പിൽ ഒരു വിദൂര ദേശത്തെ കുന്നിൻമുകളിലെ രമ്യഹർമ്മ്യം തെളിഞ്ഞു വന്നു. വർഷങ്ങൾ കഴിഞ്ഞ് അമേരിക്കയിൽ ഞാൻ സ്ഥാപിച്ച സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പിൻ്റെ ആസ്ഥാന മന്ദിരമായി ശ്രീനഗറിലെ ശങ്കരക്ഷേത്രം രൂപാന്തരപ്പെട്ടു. കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസ് ആദ്യമായി സന്ദർശിക്കെ വാഷിംഗ്ടൺ കുന്നിനു മുകളിലെ വിസ്തൃതമായ സൗധം കണ്ടപ്പോൾ കശ്മീരിലും മറ്റിടങ്ങളിലും വെച്ച് വളരെ മുമ്പ് ലഭിച്ച ദർശനങ്ങൾ കൊണ്ട് ഞാൻ അതിനെ ഉടൻ തിരിച്ചറിഞ്ഞു. ശ്രീനഗറിൽ ഏതാനും ദിവസങ്ങൾ, എന്നിട്ട് 8500 അടി ഉയരത്തിലുള്ള ഗുൽമാർഗിലേക്ക്. ഗുൽമാർഗ് എന്നാൽ പൂക്കളുടെ മലമ്പാതകൾ. അവിടെ ഞാൻ ആദ്യമായി ഒരു വലിയ കുതിരപ്പുറത്ത് സവാരി ചെയ്തു. രാജേന്ദ്രൻ കയറിയത് ഒരു കുട്ടിക്കുതിരയുടെ പുറത്തായിരുന്നു. അതിൻ്റെ ഹൃദയം വേഗതയുടെ ശ്രേയോവാഞ്ചയാൽ ഉത്തേജിതമായിരുന്നു. കുത്തനെയുള്ള ഖിലൻ മാർഗിലേക്ക് കടക്കാൻ ഞങ്ങൾ ഒരുമ്പെട്ടു. നിബിഡമായ വനത്തിലൂടെ പാത കടന്നുപോയി. കൂണുപോലുള്ള വൃക്ഷങ്ങൾ തിങ്ങിനിന്ന ഇവിടെ മൂടൽ മഞ്ഞു നിറഞ്ഞ മലമ്പാതകൾ പലപ്പോഴും അപകടം പിടിച്ചതായിരുന്നു. പക്ഷേ രാജേന്ദ്രൻ്റെ കുട്ടിക്കുതിര എൻ്റെ തടിയൻ കുതിരയ്ക്ക് ഒരു നിമിഷ നേരത്തെ വിശ്രമം നൽകിയില്ല. ഏറ്റവും അപായകരമായ തിരിവിൽ പോലും മുമ്പോട്ട് മത്സരത്തിൻ്റെ രസമൊഴിച്ച് മറ്റെല്ലാം മറന്ന് രാജേന്ദ്രൻ്റെ കുതിര തളരാതെ എത്തുകയായി. ഞങ്ങളുടെ ശ്രമകരമായ ഓട്ടത്തിന് അത്യന്തം സുന്ദരമായ ഒരു ദൃശ്യം പാരിതോഷികമായി ലഭിച്ചു. വളരെ വലിയ ധ്രുവക്കരടികളുടെ രൂപരേഖ പോലെ അടുക്കടുക്കായി കിടക്കുന്ന മഞ്ഞുതൊപ്പി ധരിച്ച ഉദാത്തമായ ഹിമാലയത്തെ ഈ ജീവിതത്തിലാദ്യമായി ഞാൻ എല്ലാ ദിക്കിലേക്കും നോക്കിക്കണ്ടു.
സൂര്യപ്രകാശം നിറഞ്ഞ നീലാകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു നിന്ന അവസാനമില്ലാത്ത മഞ്ഞുമാമല നിരകളെ എൻ്റെ കണ്ണുകൾ വിരുന്നാക്കി ആഹ്ലാദത്തോടെ ആസ്വദിച്ചു. ഞാനും എൻ്റെ യുവസ്നേഹിതന്മാരും ഓവർകോട്ടുകൾ ധരിച്ചുകൊണ്ട് തിളങ്ങുന്ന വെള്ളമലഞ്ചരിവുകളിൽ ഉരുണ്ടു രസിച്ചു. കുന്നിറങ്ങുന്ന വേളയിൽ വിരസമായ മലകൾക്ക് പൂർണ്ണമായ രൂപാന്തരം വരുത്തുന്ന മഞ്ഞപ്പൂക്കളുടെ ഒരു വിശാലമായ പരവതാനി ഞങ്ങൾ കണ്ടു. ഷാലിമാറിലും നിഷാദ് ബാഗിലുമുള്ള ജഹാംഗീർ ചക്രവർത്തിയുടെ വിനോദവാടികൾ കാണാനാണ് ഞങ്ങൾ അടുത്തതായി പോയത്. നിഷാദ് ബാഗിലെ പുരാതന കൊട്ടാരം പ്രകൃതിദത്തമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ മുകളിലാണ് പണിതിരിക്കുന്നത്. പർവ്വതങ്ങളിൽ നിന്ന് ശക്തിയായി താഴേക്ക് പതിക്കുന്ന ജലപ്രവാഹത്തെ സമർത്ഥമായി യന്ത്രസംവിധാനങ്ങളിലൂടെ നിയന്ത്രിച്ച് നിറമാർന്ന മട്ടുപ്പാവുകളുടെ മേലെ ഒഴുക്കി കണ്ണഞ്ചിപ്പിക്കുന്ന പുഷ്പതടങ്ങളുടെ ഇടയിലുള്ള ധാരായന്ത്രങ്ങളിൽ കൂടി ചീറ്റിത്തെറിപ്പിക്കുന്നു. ഈ അരുവി കൊട്ടാരത്തിലെ പല മുറികളിലും കൂടി കടന്ന് ഒടുവിൽ താഴെ തടാകത്തിൽ ഒരു വനദേവതയെപ്പോലെ നിപതിക്കുന്നു. വിശാലമായ പൂന്തോട്ടങ്ങൾ ഒരു വർണ്ണകലാപം തന്നെയായിരുന്നു. പനിനീർപ്പൂക്കൾ, മുല്ല, ലില്ലിപ്പൂക്കൾ, പോപ്പിപ്പൂക്കൾ, കർപ്പൂരവള്ളി, പാൻസി പൂക്കൾ, സ്നാപ്ഡ്രാഗൺ, ചിനാർ, സൈപ്രസ്, ചെറിമരങ്ങൾ എന്നിവയുടെ പ്രതിസമമായ വരികളാൽ തീർത്ത ഒരു മരതക വലയത്തിൻ്റെ അപ്പുറം ഹിമാലയത്തിൻ്റെ ശുഭ്രമായ തപോനിഷ്ഠകൾ തലയുയർത്തി നിൽക്കുന്നു. കശ്മീർ മുന്തിരി എന്നത് വളരെ അസുലഭമായ ഒരു വിശിഷ്ട ഭോജ്യമായാണ് കൊൽക്കത്തയിൽ കരുതപ്പെടുന്നത്. കശ്മീരിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന മുന്തിരി സദ്യയെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരുന്ന രാജേന്ദ്രൻ അവിടെ വലിയ മുന്തിരിത്തോട്ടങ്ങൾ കാണാഞ്ഞ് നിരാശനായി. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അസ്ഥാനത്തായ പ്രതീക്ഷയ്ക്ക് ഞാൻ അവനെ കളിയാക്കി. മുന്തിരിങ്ങ തിന്ന് എനിക്ക് നടക്കാൻ വയ്യാതായി ഞാൻ പറയും. അദൃശ്യമായ മുന്തിരിങ്ങകൾ വയറ്റിൽ കിടന്ന് വീഞ്ഞാകുന്നു. മധുരമുള്ള മുന്തിരിങ്ങ കശ്മീരിന് പടിഞ്ഞാറ് കാബൂളിൽ ധാരാളമായി വളരുന്നുവെന്ന് ഞങ്ങൾ പിന്നീട് കേട്ടു. ഒരുതരം അണ്ടിപ്പരിപ്പുകളിട്ട ഐസ്ക്രീം കഴിച്ച് ഞങ്ങൾ സ്വയം സമാശ്വസിച്ചു. തുന്നൽ വേലയുള്ള ചുവന്ന മേൽക്കെട്ടി തണൽ തരുന്ന ചെറിയ വള്ളങ്ങളിൽ, ഷിക്കാരകളിൽ ഞങ്ങൾ ധാരാളം ഉല്ലാസയാത്ര നടത്തി. വെള്ളത്തിലെ ചിലന്തിവല പോലുള്ള തോടുകളെ കൂട്ടിയിണക്കിയ ദാൽ തടാകത്തിലെ കെട്ടുപിണഞ്ഞ നീർച്ചാലുകളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു. തടികളും മണ്ണും കൊണ്ട് പരുക്കനായി നിർമ്മിച്ച വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന അനവധി തോട്ടങ്ങൾ കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്നു. ജലാശയങ്ങളിൽ പച്ചക്കറികളും മത്തനും വളരുന്നത് കാണുന്നത് വിചിത്രമായി ആദ്യം അനുഭവപ്പെടാം. ഇടയ്ക്കിടെ ഒരു കൃഷിക്കാരൻ മണ്ണിൽ സ്ഥിരമായി വേരിറങ്ങുന്നത് ഒരു അവമതി പോലെ കരുതി തൻ്റെ ചതുരാകാരമായ പുരയിടത്തെ അനേകം ഇടങ്ങളിലേക്ക് കൈവഴികൾ കടന്നുകയറുന്ന തടാകത്തിലെ ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്തേക്ക് കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നത് കാണാമായിരുന്നു. കഥകളാൽ വിഖ്യാതമായ ഈ താഴ്വരയിൽ ലോകത്തിലെ മുഴുവൻ സൗന്ദര്യസാരം നാം കാണുന്നു. കശ്മീരാങ്കന ഗിരിശൃംഗങ്ങളാൽ കിരീടം ചൂടി തടാകങ്ങളുടെ മാലയണിഞ്ഞ് പുഷ്പപാതുകം ധരിച്ചവളാണ്. പിൽക്കാലത്ത് ഞാൻ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് കശ്മീർ ലോകത്തിലെ ഏറ്റവും പ്രകൃതി ഭംഗിയുള്ള സ്ഥാനമായി കണക്കാക്കപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സ്വിസ് ആൽപ്സ് പർവ്വതനിരയുടെയും സ്കോട്ട്ലൻഡിലെ ലോക്ലമെൻറ്റിൻ്റെയും ഇംഗ്ലണ്ടിലെ ചേതോഹരമായ തടാകങ്ങളുടെയും വശ്യത ഗണ്യമായി അതിന് കൈമുതലായുണ്ട്. അലാസ്കയുടെയും ഡെൻവറിന് അടുത്തുള്ള പൈക്സ് പീക്കിൻ്റെയും പരുക്കൻ പാറക്കെട്ടുകളുടെ ഗാംഭീര്യത്തെ ഓർമ്മിപ്പിക്കുന്ന പലതും ഒരു അമേരിക്കൻ സഞ്ചാരി കശ്മീരിൽ കണ്ടെത്തും. ഒരു പ്രകൃതി സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ഞാൻ നൽകുന്നത് ഒന്നുകിൽ മെക്സിക്കോയിലെ സോച്ചിമിൽക്കോയിലെ മത്സ്യങ്ങൾ കളിച്ചു നടക്കുന്ന നിരവധി ജലപഥങ്ങളിൽ ആകാശവും മലകളും പോപ്ലാർ വൃക്ഷങ്ങളും പ്രതിബിംബിക്കുന്ന പകിട്ടാർന്ന ദൃശ്യത്തിനോ, അല്ലെങ്കിൽ ഹിമവാന്റെ കർശനമായ കാവലിൽ സുന്ദരിമാരായ കന്യകളെപ്പോലെ പരിരക്ഷിക്കപ്പെടുന്ന കശ്മീർ തടാകങ്ങൾക്കോ ആയിരിക്കും. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളായി ഇവ രണ്ടും എൻ്റെ ഓർമ്മയിൽ മുന്നിൽ നിൽക്കും. എന്നിരുന്നാലും യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ അത്ഭുതങ്ങളും കൊളറാഡോ, അലാസ്ക എന്നിവിടങ്ങളിലെ ഗ്രാൻഡ് കാനിയനും കണ്ടുകൊണ്ടും ഞാൻ വിസ്മയഭരിതനായിട്ടുണ്ട്. നിരവധി ഉഷ്ണജല പ്രവാഹങ്ങൾ
ഘടികാരത്തിൻ്റെ കൃത്യതയോടെ തുടരെ പൊട്ടിപ്പുറത്തേക്ക് തെറിച്ച് വളരെയധികം ഉയരുന്ന കാഴ്ച ലോകത്ത് യെല്ലോസ്റ്റോണിൽ മാത്രമായിരിക്കും ഒരു പക്ഷേ കാണാനാവുക. ഈ അഗ്നിപർവ്വത മേഖലയിൽ പ്രകൃതി മുമ്പ് എപ്പോഴോ ഉണ്ടായിരുന്ന സൃഷ്ടിയുടെ ഒരു പകർപ്പ് വെച്ചിട്ട് പോയി. ചൂടുള്ള ഗന്ധക ഉറവകൾ, ഇന്ദ്രനീലത്തിലും മറ്റു വിവിധ വർണ്ണരാജിയിലുമുള്ള ലഘുജലാശയങ്ങൾ, ഉഗ്രശക്തിയാർന്ന ഉഷ്ണജലധാരകൾ എന്നിവയും, സ്വതന്ത്രമായി വിഹരിക്കുന്ന കരടികൾ, ചെന്നായ്ക്കൾ, കാട്ടുപോത്തുകൾ, മറ്റു വന്യമൃഗങ്ങൾ, കുമിളയിട്ടുമറിയുന്ന ചൂടുചേറിൻ്റെ ഡെവിൾസ് പെയിൻ പോട്ടിലേക്ക് വയോമിങ്ങിലെ പാതകളിലൂടെ മോട്ടോർ യാത്ര ചെയ്ത സമയത്ത് ഗർഗളം ഉതിർക്കുന്ന ഉറവകൾ, വെള്ളം തെറിപ്പിക്കുന്ന ഉഷ്ണജലധാരകൾ, ആവി ഉതിർക്കുന്ന നീരുറവകൾ എന്നിവ കണ്ടപ്പോൾ അതുല്യതയ്ക്ക് യെല്ലോസ്റ്റോൺ ഒരു പ്രത്യേക സമ്മാനം അർഹിക്കുന്നുവെന്ന് പറയാൻ തോന്നി. കാലിഫോർണിയയിൽ യോസെമിറ്റി പാർക്കിലെ പുരാതന രാജകീയ പ്രൗഢിയോടെ ആകാശത്തിൽ അത്യുന്നത സ്തൂപങ്ങൾ പോലെ ഉയർന്നു നിൽക്കുന്ന സെക്വോയ മരങ്ങൾ, ദിവ്യചാതുരിയിൽ രൂപകൽപ്പന ചെയ്ത ഹരിതാഭമായ പ്രകൃതിദത്ത ദേവാലയങ്ങളാണ്. പൗരസ്ത്യ നാടുകളിൽ വിസ്മയജനകമായ വെള്ളച്ചാട്ടങ്ങളുണ്ടെങ്കിലും അവ കാനഡ അതിർത്തിയിൽ ന്യൂയോർക്കിലെ നയാഗ്രയുടെ കുത്തനെ നിലയ്ക്കാതെയുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യത്തിന് കിടനിൽക്കുന്നില്ല. കെൻഡക്കിയിലെ മാമത്ത് കേവ്, ന്യൂ മെക്സിക്കോയിലെ കൗൾസ്ബാഡ് കാവേൻസ് എന്നീ ഗുഹകൾ വിചിത്രമായ മായാലോകങ്ങളാണ്. ഗുഹയുടെ മേൽത്തട്ടിൽ നിന്ന് താഴോട്ട് നീണ്ടു വളർന്ന് ഭൂഗർഭജലത്തിൽ പ്രതിഫലിക്കുന്ന ചോക്ക് രൂപങ്ങൾ മനുഷ്യൻ ഭാവന ചെയ്യുന്ന അന്യലോകങ്ങളുടെ മിന്നിമറയുന്ന ദൃശ്യങ്ങൾ കാഴ്ചവെക്കുന്നു. കശ്മീരിലെ ജനങ്ങളിൽ വളരെയധികം പേരും അവരുടെ സൗന്ദര്യത്തിന് ലോകപ്രസിദ്ധരാണ്. അവർ യൂറോപ്യന്മാരെ പോലെ വെളുത്ത നിറവും അംഗലക്ഷണവും അസ്ഥിഘടനയും ഉള്ളവരാണ്. പലർക്കും നീല കണ്ണുകളും സ്വർണ്ണ തലമുടിയുമാണ്. പാശ്ചാത്യ വേഷം ധരിച്ചാൽ അവർ അമേരിക്കക്കാരെപ്പോലെ ഇരിക്കും. ഹിമാലയത്തിൻ്റെ ശൈത്യം കശ്മീരികൾക്ക് ചൂടേറിയ സൂര്യനിൽ നിന്ന് ആശ്വാസം നൽകുകയും അവരുടെ തൊലിയുടെ വെളുപ്പ് നിറം പരിരക്ഷിക്കുകയും ചെയ്യുന്നു. ഭാരതത്തിലെ ഉഷ്ണമേഖലാ പ്രദേശമായ തെക്കൻ അക്ഷാംശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ആളുകൾ ക്രമേണ കൂടുതൽ കറുത്തവരായിത്തീരുന്നത് കാണാം. കശ്മീരിൽ സന്തോഷകരമായ ഏതാനും ആഴ്ചകൾ ചെലവഴിച്ച ശേഷം ശ്രീരാമപുരത്തെ കോളേജ് ശരത്കാല അധ്യയനത്തിന് തുറക്കുന്ന സമയത്ത് എത്തത്തക്കവണ്ണം ബംഗാളിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിന് ഞാൻ നിർബന്ധിതനായി. ശ്രീ യുക്തേശ്വരനും കനായിയും ആട്ടിയും ശ്രീനഗറിൽ ഏതാനും ദിവസം കൂടി തങ്ങുകയായിരുന്നു. ഞാൻ യാത്ര തിരിക്കുന്നതിന് തൊട്ടുമുമ്പ് ശ്രീ യുക്തേശ്വരൻ തൻ്റെ ശരീരം പീഡയ്ക്ക് വിധേയമാകുമെന്ന് സൂചിപ്പിച്ചു. പ്രഭോ, അങ്ങ് നല്ല ആരോഗ്യവനായി കാണപ്പെടുന്നുവല്ലോ. ഞാൻ തറപ്പിച്ചു പറഞ്ഞു. ഒരുപക്ഷേ ഞാൻ ഈ ലോകം വെടിഞ്ഞെന്നും വരാം. ഗുരുജി, കാരുണ്യത്തിന് കേണുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. അങ്ങ് ഇപ്പോൾ ശരീരം ഉപേക്ഷിക്കുകയില്ലെന്ന് എനിക്ക് വാക്ക് തരൂ. അങ്ങയെ കൂടാതെ തുടരാൻ ഞാൻ ഒട്ടും തന്നെ തയ്യാറായിട്ടില്ല. ശ്രീ യുക്തേശ്വരൻ മൗനം പാലിച്ചെങ്കിലും എന്നെ നോക്കി വളരെ കാരുണ്യത്തോടെ പുഞ്ചിരിച്ചപ്പോൾ എനിക്ക് സമാധാനമായി. മനസ്സില്ലാ മനസ്സോടെ ഞാൻ അദ്ദേഹത്തെ പിരിഞ്ഞു. ഗുരുദേവൻ അപകടകരമായി രോഗാവസ്ഥയിൽ. ആഡിയിൽ നിന്നുള്ള ഈ കമ്പി സന്ദേശം ശ്രീരാമപുരത്ത് ഞാനെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ കിട്ടി. പ്രഭു, എന്നെ പിരിയില്ല എന്ന ഒരു വാഗ്ദാനം തരാൻ ഞാൻ അങ്ങയോട് അപേക്ഷിച്ചിരുന്നു. അങ്ങയുടെ ശരീരം നിലനിർത്തുക, അല്ലെങ്കിൽ ഞാനും മരിക്കും. ഞാൻ വെപ്രാളത്തോടെ ഗുരുദേവന് കമ്പിയടിച്ചു. അത് നിന്റെ ആഗ്രഹം പോലെ ആകട്ടെ. ഇതായിരുന്നു കശ്മീരിൽ നിന്ന് ഗുരുദേവന്റെ മറുപടി. ഗുരുദേവൻ സുഖം പ്രാപിച്ചതായി അറിയിച്ചുകൊണ്ടുള്ള ആഡിയുടെ കത്ത് ഏതാനും ദിവസങ്ങൾക്കകം വന്നു. 2 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹം ശ്രീരാമപുരത്ത് തിരിച്ചെത്തിയപ്പോൾ എൻ്റെ ഗുരുദേവന്റെ ശരീരത്തിൻ്റെ തൂക്കം പകുതിയായി കുറഞ്ഞുവെന്ന് കണ്ട് ഞാൻ വ്യസനിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ഭാഗ്യാതിരേകം കൊണ്ട് ശ്രീ യുക്തേശ്വരൻ തൻ്റെ കടുത്ത പനിയിൽ അവരുടെ പാപങ്ങളിൽ പലതും എരിച്ചു കളഞ്ഞു. രോഗം മറ്റൊരാളിലേക്ക് ശാരീരികമായി മാറ്റുന്നതിനുള്ള അതീത ഭൗതിക വിധി ആത്മീയമായ ഉന്നതിയിലെത്തിയ യോഗ്യമാർക്ക് അറിവുള്ളതാണ്. ശക്തനായ ഒരാൾക്ക് ഒരു ബലഹീനനെ ഒരു വലിയ ഭാരം ചുമക്കുന്നതിൽ സഹായിക്കാം.
ഒരു ആത്മീയ അതിമാനുഷന് തൻ്റെ ശിഷ്യന്മാരുടെ കാർമ്മിക ഭാരങ്ങളുടെ ഒരു ഭാഗം സ്വയം സ്വീകരിച്ചുകൊണ്ട് അവരുടെ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ തീരെ കുറയ്ക്കാൻ കഴിയും. തൻ്റെ മുടിയനായ പുത്രനെ അവൻ്റെ വിഡ്ഢിത്തത്തിൻ്റെ ദാരുണമായ ഫലങ്ങളിൽ നിന്ന് രക്ഷിക്കാനായി ഒരു ധനികൻ എപ്രകാരമാണോ തൻ്റെ കുറേ പണം പരിത്യജിക്കുന്നത്, അതുപോലെ ഒരു ഗുരുനാഥൻ തൻ്റെ ശാരീരിക ധനത്തിൻ്റെ ഒരു ഭാഗം ശിഷ്യന്മാരുടെ ദുരിതം ലഘൂകരിക്കാൻ വേണ്ടി മനസ്സോടെ ബലി കഴിക്കുന്നു. ഒരു രഹസ്യ യോഗവിധി കൊണ്ട് ഒരു യോഗി തൻ്റെ മനസ്സിനെയും സൂക്ഷ്മ ശരീരത്തെയും ദുരിതമനുഭവിക്കുന്ന വ്യക്തിയുടെ മനസ്സും സൂക്ഷ്മ ശരീരവുമായി യോജിപ്പിക്കുന്നു. അയാളുടെ അസുഖത്തെ ഒന്നായോ ഭാഗികമായോ തൻ്റെ സ്ഥൂല ശരീരത്തിലേക്ക് മാറ്റുന്നു. ശരീരക്ഷേത്രത്തിൽ ഈശ്വരനെ വിളയിച്ചെടുത്തു കഴിഞ്ഞതിനാൽ യോഗിക്ക് ഇനി തൻ്റെ ശരീരത്തെപ്പറ്റി തീരെ ഉത്കണ്ഠ ഉണ്ടാകയില്ല. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അതിന് അസുഖം ബാധിക്കാൻ അദ്ദേഹം അനുവദിച്ചേക്കാമെങ്കിലും ഒരു വിധത്തിലും മാലിന്യമേൽക്കാത്ത മനസ്സിനെ അത് ബാധിക്കുന്നില്ല. അപ്രകാരമുള്ള സഹായം ചെയ്യാൻ കഴിയുന്നതിൽ അദ്ദേഹം സ്വയം അനുഗ്രഹീതനെന്നും കരുതുന്നു. വാസ്തവത്തിൽ മനുഷ്യശരീരം അതിൻ്റെ ധർമ്മം പരിപൂർണമായി നിറവേറ്റിക്കഴിഞ്ഞുവെന്ന് കാണുന്നതാണ് ഈശ്വരനിൽ ആത്യന്തികമായ മുക്തി നേടൽ. ഒരു ആചാര്യൻ അതിനുശേഷം തൻ്റെ ശരീരത്തെ തനിക്ക് ഉചിതമെന്ന് തോന്നുന്ന ഏതു വിധത്തിലും ഉപയോഗിക്കുന്നു. ആത്മീയ മാർഗങ്ങളിലൂടെയോ ബുദ്ധിപരമായ ഉപദേശത്താലോ ഇച്ഛാശക്തിയാലോ രോഗാദാനത്താലോ മനുഷ്യരാശിയുടെ ദുരിതങ്ങൾ ലഘൂകരിക്കുക എന്നതാണ് ഒരു ഗുരുവിന് ഈ ലോകത്തുള്ള കർത്തവ്യം. വേണമെന്നുള്ളപ്പോൾ അതിബോധതലത്തിലേക്ക് സ്വമേധയാ പിന്മാറിക്കൊണ്ട് ഒരു ആചാര്യന് ഭൗതിക രോഗാവസ്ഥയെ അറിയാത്ത സ്ഥിതി പ്രാപിക്കാൻ കഴിയും. ചിലപ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് മാതൃക കാട്ടാൻ തൻ്റെ ശരീരവേദന നിർവികാരനായി സഹിക്കാൻ തീരുമാനിക്കുന്നു. മറ്റുള്ളവരുടെ വ്യാധികൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി അവരുടെ കർമ്മത്തിൻ്റെ കാര്യകാരണ നിയമത്തെ തൃപ്തിപ്പെടുത്താൻ ഒരു യോഗിക്ക് കഴിയും. ഈ നിയമം യാന്ത്രികമായോ ഗണിതപരമായോ പ്രാവർത്തികമാക്കാം. അതിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവിക ജ്ഞാനം ലഭിച്ചവർക്ക് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാം. മറ്റൊരാളുടെ അസുഖം ഭേദമാക്കുമ്പോഴെല്ലാം ഗുരു സ്വയം രോഗബാധിതനായി കൊള്ളണമെന്ന് ആത്മീയ നിയമങ്ങൾ അനുശാസിക്കുന്നില്ല. തൽക്ഷണമായ വിവിധ രോഗശാന്തി മാർഗങ്ങളിൽ ആ പുണ്യാത്മാവിനുള്ള അറിവിലൂടെയാണ് സാധാരണഗതിയിൽ രോഗശാന്തി സംഭവിക്കുന്നത്. ആത്മജ്ഞാനിയായ രോഗവിമോചകന് യാതൊരു ദോഷവും ഉണ്ടാക്കാത്തവയാണ് അവ. എന്നിരുന്നാലും തൻ്റെ ശിഷ്യന്മാരുടെ പരിണാമത്തെ ത്വരിതപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഗുരു അപൂർവം ചില അവസരങ്ങളിൽ ശിഷ്യന്മാരുടെ അനഭികാമ്യ കർമ്മങ്ങളുടെ ഒരു വലിയ അളവ് സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ ശരീരത്തിൽ പ്രവർത്തിപ്പിച്ച് ഇല്ലാതെയാക്കുന്നു. അനേകരുടെ പാപങ്ങൾക്ക് ഒരു മോചനദ്രവ്യമായി യേശുക്രിസ്തു തന്നെ കരുതി. സൂക്ഷ്മമായ കാര്യകാരണ നിയമത്തോട് സ്വമേധയാ സഹകരിച്ചില്ലായിരുന്നുവെങ്കിൽ ദൈവിക ശക്തി തനിക്കുണ്ടായിരുന്ന യേശുദേവൻ കുരിശുമരണത്തിന് ഒരിക്കലും വിധേയനാവുകയില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം മറ്റുള്ളവരുടെ, പ്രത്യേകിച്ചും തൻ്റെ ശിഷ്യന്മാരുടെ കർമ്മഫലങ്ങൾ സ്വയം ഏറ്റെടുത്തു. ഈ വിധത്തിൽ അവർ അത്യധികം വിശുദ്ധീകരിക്കപ്പെടുകയും പിന്നീട് അവരിൽ കുടിയേറിയ പരിശുദ്ധാത്മാവിനെ അഥവാ വിശ്വബോധത്തെ സ്വീകരിക്കാൻ യോഗ്യരാക്കപ്പെടുകയും ചെയ്തു. ആത്മാവിനെ സാക്ഷാത്കരിച്ച ഒരു ആചാര്യനു മാത്രമേ തൻ്റെ പ്രാണനെ പ്രദാനം ചെയ്യാനോ മറ്റുള്ളവരുടെ രോഗങ്ങൾ തൻ്റെ ശരീരത്തിലേക്ക് മാറ്റുവാനോ കഴിയുകയുള്ളൂ. ഒരു സാധാരണ മനുഷ്യന് രോഗശാന്തിക്കുള്ള ഈ യോഗമാർഗം ഉപയോഗിക്കാൻ കഴിയുകയില്ല. അയാൾ അങ്ങനെ ചെയ്യുന്നത് അഭികാമ്യമല്ല താനും. കാരണം അസ്വാസ്ഥ്യമുള്ള ഒരു ഭൗതിക ഉപകരണം, അതായത് ശരീരം, ഗാഢമായ ധ്യാനത്തിന് ഒരു തടസ്സമാണ്. സ്വന്തം ശരീരം നല്ല സ്ഥിതിയിൽ പരിപാലിക്കുകയെന്നത് മനുഷ്യൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത കർത്തവ്യമാണെന്ന് ഹിന്ദു ധർമ്മശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാത്തപക്ഷം അവൻ്റെ മനസ്സിന് ഭക്തിയുടെ ഏകാഗ്രതയിൽ സ്ഥിരമായിരിക്കാൻ സാധിക്കുകയില്ല. എന്നിരുന്നാലും വളരെ ശക്തമായ ഒരു മനസ്സിന് എല്ലാ ശാരീരിക പീഡകളെയും അതിജീവിക്കാനും ഈശ്വര സാക്ഷാത്കാരം നേടാനും കഴിയും. അനവധി പുണ്യാത്മാക്കൾ രോഗത്തെ അവഗണിക്കുകയും തങ്ങളുടെ ദൈവിക അന്വേഷണത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്.
രോഗങ്ങളാൽ സ്വയം വളരെ പീഡിതനായിരുന്ന അസീസിയിലെ ഫ്രാൻസിസ് പുണ്യവാളൻ മറ്റുള്ളവർക്ക് രോഗശാന്തി വരുത്തി മരിച്ചവരെ പുനരുജ്ജീവിപ്പിച്ചു. ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ശരീരത്തിൻ്റെ പകുതി ഭാഗം വ്രണങ്ങളാൽ പൊതിഞ്ഞ ഭാരതീയനായ ഒരു പുണ്യാത്മാവിനെ ഒരിക്കൽ ഞാൻ കണ്ടുമുട്ടി. ഒരു സമയം 15 മിനിറ്റിൽ കൂടുതൽ നിശ്ചലമായിരിക്കാൻ കഴിയാത്തവണ്ണം കടുത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രമേഹരോഗം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ ഉത്കർഷേച്ഛ അദമ്യമായിരുന്നു. മഹാപ്രഭു, എൻ്റെ തകർന്ന ദേവാലയത്തിൽ അങ്ങ് വരില്ലേ? അദ്ദേഹം പ്രാർത്ഥിച്ചു. ഇച്ഛാശക്തിയുടെ അവിരാമമായ ആജ്ഞ കൊണ്ട് ദിവസം 18 മണിക്കൂർ ആത്മനിർവൃതിയിൽ മുഴുകി പത്മാസനത്തിലിരിക്കാൻ ആ ദിവ്യന് ക്രമേണ കഴിഞ്ഞു. 3 കൊല്ലത്തിൻ്റെ അവസാനത്തിൽ ആ അനന്ത ജ്യോതിസ് എൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ മാഹാത്മ്യത്തിൽ സന്തുഷ്ടനായി ഞാൻ എൻ്റെ ശരീരം മറന്നു. അതിനുശേഷം ഈശ്വരകൃപയാൽ അത് പൂർണ്ണ ആരോഗ്യമുള്ളതായി തീർന്നു എന്ന് ഞാൻ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു. ഭാരതത്തിലെ മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ രാജാവിനെ 1483 മുതൽ 1530 വരെ സംബന്ധിക്കുന്നതാണ് ചരിത്രപ്രസിദ്ധമായ ഒരു രോഗശാന്തിയുടെ അനുഭവം. അദ്ദേഹത്തിൻ്റെ പുത്രൻ ഹുമയൂൺ അപകടകരമായി രോഗഗ്രസ്തനായി. തൻ്റെ പുത്രൻ്റെ തീരാവ്യാധി തനിക്കു തന്ന് പുത്രനെ രക്ഷിക്കണമെന്ന് അച്ഛൻ വേദന നിറഞ്ഞ നിശ്ചയദാർഢ്യത്തോടെ പ്രാർത്ഥിച്ചു. ഹുമയൂൺ സുഖം പ്രാപിച്ചു. ഉടൻ തന്നെ രോഗശയ്യയിലായ ബാബർ അതേ അസുഖത്താൽ കാലഗതി പ്രാപിച്ചു. ഒരു ആചാര്യന് ഒരു സാന്റോയുടെ ആരോഗ്യവും ശക്തിയും വേണമെന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ധാരാളം ആളുകൾ വിശ്വസിക്കുന്നു. ഈ ധാരണ അടിസ്ഥാനരഹിതമാണ്. ആജീവനാന്തമുള്ള ആരോഗ്യം ആ ഒരു കാരണത്താൽ ആന്തരിക വെളിച്ചത്തെ അവശ്യം സൂചിപ്പിക്കുന്നില്ലാത്തതുപോലെ ഗുരുവിൻ്റെ രോഗഗ്രസ്തമായ ശരീരം അദ്ദേഹം ദൈവിക ശക്തികളിൽ കുറവുള്ളവനാണെന്ന് കാട്ടുന്നില്ല. ഒരു ആചാര്യനെ വേർതിരിച്ചു കാണിക്കുന്ന യോഗ്യതകൾ ശാരീരികമല്ല, ആത്മീയമാണ്. വ്യക്തമായ ധാരണയില്ലാത്ത കുഴങ്ങിയ നിരവധി സാധകർ പാശ്ചാത്യദേശത്ത് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആധ്യാത്മിക വിദ്യയെപ്പറ്റി വാചാലമായി പ്രസംഗിക്കുകയോ എഴുതുകയോ ചെയ്യുന്ന ഒരാൾ ഒരു ആചാര്യനായിരിക്കുമെന്നാണ്. പക്ഷേ സവികൽപ്പ സമാധി, ശ്വാസം നിലച്ച അവസ്ഥയിൽ ഇച്ഛാനുസരണം പ്രവേശിക്കാനുള്ള കഴിവും അഴിവില്ലാത്ത പരമാനന്ദ പ്രാപ്തിയും നിർവികൽപ്പ സമാധി മാത്രമാണ് ഒരാൾ ആചാര്യനാണെന്നതിൻ്റെ തെളിവ് തരുന്നത്. ഈ ലക്ഷ്യപ്രാപ്തികൾ കൊണ്ട് മാത്രമേ പ്രപഞ്ചത്തിൻ്റെ ദ്വൈതഭാവങ്ങൾ അഥവാ മായയെ താൻ കീഴടക്കിയെന്ന് ഒരു മനുഷ്യന് തെളിയിക്കാൻ കഴിയൂവെന്ന് ഋഷീശ്വരന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിനു മാത്രമേ അനുഭവത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഏകം സത്, ഒന്നു മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് പറയാൻ കഴിയൂ. അജ്ഞാനത്താൽ ദ്വൈതാവസ്ഥ നിലനിൽക്കുമ്പോൾ എല്ലാ വസ്തുക്കളും പരമാത്മാവിൽ നിന്ന് വ്യത്യസ്തമായി ഒരുവൻ കാണുന്നു എന്ന് മഹാനായ അദ്വൈതവാദി ശ്രീശങ്കരൻ എഴുതിയിട്ടുണ്ട്. എല്ലാം പരമാത്മാവ് തന്നെയാണെന്ന് അറിയുമ്പോൾ ഒരു അണുപോലും അതിൽ നിന്ന് വ്യതിരിക്തമാണെന്ന് കാണുകയില്ല. ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്നം നിലനിൽക്കാത്തതുപോലെ സത്യവസ്തുവിൻ്റെ ജ്ഞാനം ഉദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അയാഥാർത്ഥ്യം കാരണം ഭൂതകാല ചെയ്തികളുടെ ഫലം തുടർന്ന് നിലനിൽക്കുന്നില്ല. മഹാന്മാരായ ഗുരുക്കന്മാർക്ക് മാത്രമേ ശിഷ്യരുടെ കർമ്മഫലം ഏറ്റുവാങ്ങാൻ കഴിവുള്ളൂ. തൻ്റെ ശിഷ്യരെ അസാധാരണമായ ആ രീതിയിൽ സഹായിക്കാൻ തൻ്റെ അന്തര്യാമിയായ പരമാത്മാവിൽ നിന്ന് അനുമതി ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ ശ്രീ യുക്തേശ്വരൻ ശ്രീനഗറിൽ വച്ച് രോഗബാധിതനാവുകയില്ലായിരുന്നു. ദൈവകൽപ്പനകൾ നടപ്പിലാക്കാൻ ഈശ്വര താദാത്മ്യം പ്രാപിച്ച എൻ്റെ ഗുരുദേവനേക്കാൾ ജ്ഞാനം കൊണ്ട് കൂടുതൽ സൂക്ഷ്മഗ്രാഹികളായി തീർന്ന പുണ്യാത്മാക്കൾ അപൂർവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മെലിഞ്ഞ ശരീരത്തെപ്പറ്റി സഹതാപത്തിൻ്റെ ഏതാനും വാക്കുകൾ ഞാൻ പറയാൻ ഒരുമ്പെട്ടപ്പോൾ എൻ്റെ ഗുരുദേവൻ ആഹ്ലാദത്തോട് പറഞ്ഞു, അതിനും അതിൻ്റെ നല്ല വശങ്ങളുണ്ട്. വർഷങ്ങളായി ഞാൻ ധരിച്ചിട്ടില്ലാത്ത ചെറിയ ബനിയനുകളിൽ കയറിക്കൂടാൻ എനിക്ക് ഇപ്പോൾ സാധിക്കും. ഗുരുദേവൻ്റെ ആഹ്ലാദപൂർണമായ ചിരി കേട്ടപ്പോൾ ഫ്രാൻസിസ് ഡിസൈൽ പുണ്യവാളൻ്റെ വാക്കുകൾ ഞാൻ ഓർമ്മിച്ചു. ശോചിക്കുന്ന താപസൻ ഒരു ശോച്യനായ താപസൻ തന്നെ.